Hi my dear friends, welcome to Mohanlal's Taste Buds, Taste of Kerala. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, തകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരിക്കും. ഓണപ്പാച്ചിൽ എന്ന് കേട്ടിട്ടുണ്ട്. ആ ഓണപ്പാച്ചിലിൻ്റെ സമയം ആവുന്നേ ഉള്ളൂ. ഈ തിരക്കിനിടയ്ക്ക് ഒരല്പനേരം, ഒരു 20 മിനിറ്റ്, 2 പായസങ്ങളുടെ റെസിപ്പി. സന്തോഷമായല്ലേ? ഇതിനുവേണ്ടി ഞാൻ പോകുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ്. സജി സുരേന്ദ്രൻ. അദ്ദേഹം ഇവർ വിവാഹിതരായാൽ എന്നൊരു ചിത്രത്തിൻ്റെ ഒരു ഹിറ്റിന് ശേഷം ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. അപ്പോൾ എന്തായാലും 2 നല്ല പായസം കിട്ടുന്നൊരു വീടാണ്. അതുമാത്രമല്ല, സജിചേട്ടൻ്റെ ഭാര്യ സംഗീത ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് 2 പായസം കിട്ടും. എന്തായാലും ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറാൻ പോവാണ്. എൻജോയ്. ചേട്ടാ നമസ്കാരം. സുഖം? സുഖം. ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സജി സുരേന്ദ്രൻ. ഇവർ വിവാഹിതരായാൽ സിനിമയുടെ സംവിധായകനാണ്. അതുവഴി നിങ്ങൾ ടി വിയിലൂടെയൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ആദ്യം ടെലിഫിലിം രംഗത്തേക്കാണ് ആദ്യം കടന്നു വന്നത്. ആദ്യം എടുത്ത ടെലിഫിലിമിന് തന്നെ, അത് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അല്ലേ? ഡിഗ്രി കഴിഞ്ഞ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ മിസ്റ്റ് എന്നായിരുന്നു ടെലിഫിലിമിൻ്റെ പേര്. അത് ടെലിവിഷനിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ടെലികാസ്റ്റുകൾ വന്നു. അത് സൂപ്പർ ഹിറ്റായി മാറി. അതിനുശേഷം അതിന് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ തുടരെ സ്റ്റേറ്റ് അവാർഡുകൾ, പിന്നെ ടെലിഫിലിമിൽ നിന്ന് സീരിയലിലേക്ക് മാറി. അതും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇപ്പോൾ ആ സിനിമ ചെയ്തിരിക്കുന്നു, അതും സൂപ്പർ ഹിറ്റ്. ഇപ്പോൾ അടുത്ത സിനിമയുടെ എന്തായി? അടുത്ത സിനിമയുടെ എഴുത്ത് നടക്കുന്നു. ഒക്ടോബർ 1 തീയതി ഷൂട്ടിംഗ്. ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും എന്താണ് അതിന്റെ ഒരു സബ്ജക്ട്? അത് ഒരു ഫുൾ ലെങ്ത് ഒരു ഫൺ മൂവിയാണ്. ഹാപ്പി ഹസ്ബൻഡ്സ് എന്നാണ് അതിന്റെ പേര്. 3 ഭർത്താക്കന്മാരുടെയും 3 ഭാര്യമാരുടെയും കഥയാണ്. ജയറാമേട്ടൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവർ ഭർത്താക്കന്മാരും, ഭാവന, സമ്പ്രദ, ഒരു പുതുമുഖം എന്നാണെങ്കിൽ പറയാം, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വന്ദന, ഇവർ 3 ഭാര്യമാരും. ഇവരുടെ ഇടയിലേക്ക് 4മതൊരു കക്ഷി നമ്മുടെ റിമ കല്ലിങ്ങൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരുന്നിടത്താണ് ഇതൊരു രസകരമായിട്ട് മാറുന്നത്. അങ്ങനത്തെ ഒരു ടോട്ടൽ ഒരു ഫൺ മൂവി. അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പായസം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇടിച്ചു കയറിയത്. ഏത് പായസം വേണമെന്ന് പറഞ്ഞു. എല്ലാ പായസങ്ങളും അറിയോ? നാടൻ പായസങ്ങളും പിന്നെ കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ ഒരു പ്രത്യേകത, സംഗീത എന്നാണ് പേര്. ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് സാധനം കിട്ടിയാലും പായസം ഉണ്ടാക്കും. ചേന കൊണ്ട് പായസം ഉണ്ടാക്കും, നമ്മുടെ കപ്പലണ്ടി അരച്ചിട്ട് അതുകൊണ്ട് പായസം ഉണ്ടാക്കും അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപക്ഷെ സന്തോഷമായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ രുചി കൂടും. കാരണം ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ വിജയത്തിൻ്റെ പിന്നിലാണ് ചേച്ചി നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇതിനകത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് 2 പായസങ്ങളാണ് ഓണക്കാലത്ത്. ഓണം സ്പെഷ്യൽ എപ്പിസോഡാണിത് ടേസ്റ്റ് ഓഫ് കേരളയുടെ. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവൽ വിളയിച്ചുള്ളൊരു പായസവും പിന്നെ ഗോതമ്പ്, അത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ളൊരു സൂചി ഗോതമ്പിൻ്റെ പായസം. ഇത് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായസങ്ങളാണ്. പഴയ കാലത്തുള്ള 2 പായസങ്ങൾ. ചേച്ചിമാരുടെയൊക്കെ മുഖത്തൊരു ചിരിയൊക്കെ വന്നു അല്ലേ? അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പായസങ്ങളാണ്. ഇന്ന് ആദ്യം ഉണ്ടാക്കുന്ന പായസം നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ്. അത് സൂചി ഗോതമ്പാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് പായസമാണ്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് എത്ര പേർക്കുള്ള പായസമാണ് ഇതിപ്പോ ഞാൻ 1 ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് ഇത്ര ആയിരിക്കുന്നത്. ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഈ സൂചി ഗോതമ്പ് ഇത് എത്ര സമയം വേവിച്ചാണ് ഇങ്ങനെ ആക്കിയത്? ഇതൊരു 20 മിനിറ്റ് ഒക്കെ മതി. 20 നിമിഷം കുക്കറിൽ വെച്ച് വേവിക്കാം. കുക്കറിൽ വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതങ്ങ് പതഞ്ഞങ്ങ് ഇതായി പോകും. അത്രയും പൊടിഞ്ഞു പോകും. അതുപോലെ കുറച്ചൊരു ആ ഒരു കഞ്ഞിവെള്ളം പോലെ ഇല്ലേ, ഇതിന്റെ അകത്തുനിന്ന് ആ ഒരു കട്ടയായിട്ട് മാറിപ്പോയത്. അപ്പൊ പ്രഷർ കുക്കർ വേണ്ട, ഞാൻ പറഞ്ഞത് തിരുത്തിയിരിക്കുന്നു. ഇത് പിന്നെ പ്രഷർ കുക്കറിൽ വേവിക്കണമെങ്കിൽ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. തേങ്ങാപ്പാൽ ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. നമ്മൾ തേങ്ങ രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്ന എളുപ്പത്തിൽ പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചാൽ മതി. ഒരു 3 വിസിലോ? പ്രഷർ കുക്കറിൽ 2 വിസിൽ. 2 വിസിൽ. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്, ധാരാളം വെള്ളം ഒഴിച്ച് വേവിക്കുക. അപ്പോൾ അത് ഉണ്ട കെട്ടില്ല, അല്ലെങ്കിൽ കട്ട കെട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാൻ എളുപ്പമായി. 10 മിനിറ്റ് ഉണ്ടാവോ? ഇനി നമ്മൾ ഇതിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ടിപ്പുണ്ട്, ധാരാളം വെള്ളം ഒഴിച്ച് വേവിക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല, ഉണ്ട കെട്ടില്ല, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് തന്നെ ഇരിക്കും. എന്നിട്ട് ഇത് അരിച്ചെടുക്കുക, ആ വെള്ളം ഊറ്റിയെടുക്കുക. നമ്മൾ സ്ട്രെയിൻ ചെയ്തല്ലോ, കുറച്ച് നേരം ഇതൊന്ന് സ്ട്രെയിനിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു നാഴി സൂചി ഗോതമ്പിൻ്റെ നുറുക്കിന് വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കര പാവ് കാച്ചിയെടുക്കണം. ശർക്കര വെറുതെ ഉരുക്കി അരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തല്ലോ, ഇത് നോക്കിയ കലേഷ് അടിയിൽ നോക്കിയേ കണ്ടോ, കഞ്ഞിവെള്ളം മാതിരി കിടക്കുന്നതാണല്ലോ ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പായസം എത്രയൊക്കെ നന്നാക്കാൻ നോക്കിയാലും പായസം ആ ഒരു ഇത് കാണത്തില്ല. എന്തു പറയുക, ഒരു കഞ്ഞിയിൽ ശർക്കര ഇട്ട് ഉണ്ടാക്കിയ പോലെ ഇരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ട്രെയിൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞത്. അല്ല, ഇത് ഒറ്റ പ്രാവശ്യം ഊറ്റ കളഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം മാത്രം ഊറ്റിയാൽ മതി. അത് പോയി കാണാം അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ കഞ്ഞിയിൽ ശർക്കര ചേർത്ത പോലെ ഇരിക്കും, പായസം പോലെ ആവില്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളത്തിൽ വേവിക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം അത് നന്നായിട്ട് ഊറ്റിയെടുക്കുക. അതിൽ തീരെ അതിൻ്റെ ആ കഞ്ഞിവെള്ളം പാടില്ല. അപ്പോൾ ഇനി നമ്മുടെ ഇത് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. ചൂടായിട്ട് നമ്മൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്തേട്ട് നമ്മളൊരു കുറച്ച് സമയം വരട്ടിയെടുക്കണം. ഒരു എത്ര സമയം വരട്ടിയെടുക്കേണ്ടി വരും? ഒരു 7 മിനിറ്റ്, ഒരു 10 മിനിറ്റ്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ നെയ്യ് ഇതിൽ പിടിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുക്കുമെങ്കിൽ ഇത് അതിൻ്റെ പകുതി സമയം എടുക്കുള്ളൂ. ഒരു 3/4 മണിക്കൂർ ഇത് ഉണ്ടാക്കാൻ എടുക്കുള്ളൂ. ആദ്യം ഗോതമ്പിൻ്റെ നുറുക്ക് നന്നായിട്ട് ധാരാളം വെള്ളം ഒഴിച്ച് വേവിക്കുക. അത് ഒരു അരിപ്പിൽ ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് നിറയെ എടുത്തിട്ട് ആ നെയ്യിലേക്ക് ഇത് വരട്ടിയെടുക്കുക. ആ സമയത്ത് തന്നെ ശർക്കര പാവ് കാച്ചിട്ട് അരിച്ച് അതിനകത്തേക്ക് ഒഴിക്കുക. ശർക്കരയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വരണ്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 2-ാം പാല് 1-ാം പാല് ചേർക്കുക, പിന്നെ എടുക്കുക, കഴിക്കുക. സാധാരണ നമ്മളെല്ലാം ഇതിന് പായസം എന്ന് പറയുമെങ്കിലും ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാം പ്രഥമനാണ്. പാല് ചേർത്തുണ്ടാക്കുന്നതിനാണ് നമ്മൾ പായസം ആ കാറ്റഗറിയിൽ പറയും. അപ്പൊ അവൽ വിളയിച്ചത് പായസമാണ്. അപ്പൊ ശരിക്കും ഇത് ഗോതമ്പ് പ്രഥമനാണ്, ഗോതമ്പ് നുറുക്കിന്റെ പ്രഥമൻ. അപ്പൊ കുറെ സമയം വരട്ടാനുണ്ട്. ഒരു 10-15 മിനിറ്റ് വരട്ടിയെടുക്കണം. 15 മിനിറ്റ് വരട്ടാനുണ്ട്. പക്ഷെ നമ്മൾ അടപ്പായസം വരട്ടുന്ന അത്രയും ലൈറ്റ് ആയിട്ട് വരട്ടത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലാണ്. ഈ ഗോതമ്പിലേക്ക് ഈ ശർക്കര പിടിച്ചു വരണം. പിടിച്ചു വരണം. ഇപ്പൊ 2-ാം പാൽ ഒഴിക്കാൻ സമയമായി. ഇതിപ്പോൾ 2-ാം പാലാണ്. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പാല്, നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് ആണ് ഗോതമ്പ് നുറുക്കെടുത്തത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കരയും ചേർത്ത് അത് നന്നായിട്ട് വരട്ടിയെടുത്തു. ഇനി പിന്നെ തേങ്ങാപ്പാലാണ്. ഇത് 2-ാം പാൽ. ഇനി ഇതിനകത്ത് ആനക്കണ്ണൻ തിള വരണം. ആനക്കണ്ണൻ തിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇത് കുറുകി എന്ന് മനസ്സിലാവുന്നത് ആനക്കണ്ണൻ തിള വരുമ്പോഴാണ്. ആനക്കണ്ണൻ തിളയും വന്നു കഴിഞ്ഞു. ഇനി എന്താ? ഇനി 1-ാം പാൽ. ശരിക്കും ആനക്കണ്ണൻ തിള എന്ന് പറയുന്നത് ദേഹണ്ണക്കാരുടെ രീതിയാണ്. അത് കുറുകി വരുമ്പോഴാണ് ശരിക്കും ആനക്കണ്ണൻ തിള വരുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ആനക്കണ്ണൻ തിള തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ആനക്കണ്ണൻ തിളയുടെ കൂടെ ഒരു ചെറിയ സൗണ്ടും ഉണ്ട്. അത് നമ്മളെയൊക്കെ കൊതിപ്പിക്കുന്ന സൗണ്ടാണ്. കണ്ടോ? നന്നായിട്ട് തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 1-ാം പാൽ ചേർക്കാം.
ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊരു പത വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ, അത് നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ റെഡി, പായസം കുടിക്കാം. ഇതിൽ ഈ ഗോതമ്പ് പായസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കിസ്മിസ് ഒരുപാട് ഇടാൻ പാടില്ല. അണ്ടിപ്പരിപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം. കാണുന്ന ചന്തത്തെക്കാൾ വലിയ മനുഷ്യൻ്റെ സകല കൺട്രോളുകളും വിട്ടുപോകുന്ന മണമാണ് ഈ നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക്. എന്തായാലും ഇത് തണുക്കുന്നവരെ സഹിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എൻ്റെ ക്ഷമ നശിക്കുകയാണ്. അതിനിടയിൽ എന്നോട് പറയാണ് കലേഷ്, ഈ പായസം, ഈ ഗോതമ്പിൻ്റെ പായസം തണുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ഇമ്പോസിബിൾ, നടക്കില്ല. ഇത്രയും മണമൊക്കെ പരത്തിയ പായസം റെഡിയായി വെച്ചപ്പോഴത്തേക്ക് ഇത് അവസാനം കഴിക്കാമെന്ന്, നടക്കില്ല. ഇത് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് മതി അടുത്ത പായസം. അപ്പോൾ ഇത്തവണ ഓണത്തിന് തിരുവോണ ദിവസം ഇലയിൽ ഒഴിച്ച് ധൈര്യമായിട്ട് അടിക്കാം. അപ്പോൾ ഇത് തണുത്തിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും നമ്മുടെ അടുത്ത ഒരു പായസമാണ് അവൽ വിളയിച്ച് അതുകൊണ്ടുള്ള പായസം. അതും ട്രഡീഷണലാണ് അല്ലേ? അപ്പോൾ ഇനി ആ പായസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം അടുത്തതൊരു പായസമാണ്. അത് അവൽ വിളയിച്ചുകൊണ്ടുള്ള പായസം. ചേച്ചിയുടെ സ്വന്തം സ്റ്റൈലിലാണ് ആണ്. ഓക്കെ. സാധാരണ അവിൽ വിളയിച്ചെടുക്കുന്ന അവിലെന്ന് പറഞ്ഞാൽ ചമ്പാവരിയുടെ അവിലാണ് സാധാരണ എടുക്കുന്നത്. ഇതിപ്പോൾ വെള്ള അവിലാണ് എടുത്തേക്കുന്നത്. അതെന്താണ് ആൾക്കാർ കളർ ചേർക്കുന്നത്? അല്ല, എനിക്ക് ഇതിലാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതാണ് നല്ലത്. ഗ്യാരണ്ടി ആണല്ലോ, സംശയിക്കണ്ടല്ലോ. ഇല്ല, മറ്റേ ചുമന്ന അരിയുടെ ഇല്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ, ചുമന്ന അരിയുടെ അവലാണെങ്കിൽ നമ്മൾ ഈ ചക്ക വരട്ടിയും അതും കൂടെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ചക്ക വരട്ടി പായസം ഉണ്ടാക്കുമല്ലോ നോർമൽ കേസിൽ, അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ ചുമന്ന അവലും കൂടി ഇട്ട് നമ്മൾ നല്ലതാണ്. അത് നല്ലൊരു റെസിപ്പിയാണ്, നല്ലതാണ്. ശരി. അപ്പോൾ സകല പായസം ഉണ്ടാക്കാൻ അറിയാമോ? വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടൂ. നല്ല അവൽ, അത് ഈ പായസം ഉണ്ടാക്കാനായിട്ട് വെള്ള അവൽ ചോദിച്ചു വാങ്ങുക. ഇപ്പോൾ പാക്കറ്റിനകത്തും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. വെള്ള അവൽ, പിന്നെ പാല്, ഇത് തേങ്ങാപ്പാലല്ല, സാധാരണ പശുവിൻ പാൽ, പഞ്ചസാര, നെയ്യ്, പിന്നെ ഏലക്കാപ്പൊടി, സാഫ്രോൺ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമാണ് അവലിൻ്റെ പായസം ഉണ്ടാക്കാനായിട്ട്. അവൽ വിളയിച്ചെടുക്കുക, അതിനകത്ത് പാല് ചേർക്കുക, ഒന്ന് കുറുക്കിയെടുക്കുക, അവലിൻ്റെ പായസം റെഡി. മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിനു വേണ്ടി എടുത്തത്. അതിനകത്ത് അവൽ ആദ്യം വിളയിച്ചെടുക്കണം. പിന്നെ അവൽ വിളയിക്കുന്നതനുസരിച്ച് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുകയും വേണം. ഇനി അവലിട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൽ നന്നായിട്ട് മൂത്ത് വന്നു. ഇത് എങ്ങനെ, അത് കാണുമ്പോൾ മനസ്സിലാവും. അത് മാത്രമല്ല, ഇളക്കുമ്പോഴത്തേക്ക് കൂടുതൽ മനസ്സിലാവും. നേരത്തെ കേട്ട സൗണ്ട് അല്ല ഇപ്പോൾ കേൾക്കുന്നത്. അത് മാത്രമല്ല, നന്നായിട്ട് മൊരിഞ്ഞ് ഒരെണ്ണം എടുത്ത് ഒടിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് പൊട്ടി, നല്ല ക്രിസ്പിയായി നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും. കണ്ടോ, ഇങ്ങനെ പൊട്ടി വരും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാര ചേർക്കുന്നത് മനോധർമ്മം പോലെയാണ്. മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ പഞ്ചസാര ചേർത്തെടുക്കുക, കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. ഇതിങ്ങനെ നന്നായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് വിളയിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യും. പക്ഷെ അടി പിടിക്കാൻ പാടില്ല. ഒരു ചെറുതായിട്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് പരുവായി കഴിഞ്ഞു. ഇനി പാലൊഴിക്കാനുള്ള പരുവായി. അപ്പോൾ ഇത് ഇപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ 2 കവർ 1 ലിറ്റർ. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. ആദ്യം അവൽ നന്നായിട്ട് വിളയിച്ചെടുക്കണം. അത് അവൽ വിളയിക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്തേക്ക് അവലിട്ട് ഒരു 20 മിനിറ്റ്. 2 ഗ്ലാസ് അവലാണ് നമ്മൾ ചേർത്തത്. അത് അതിൻ്റെ
നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മൊരിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് പഞ്ചസാര അതിനകത്തേക്ക് ചേർക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷവും ഒരു 5 മിനിറ്റ് നമ്മൾ അതിങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക്, പഞ്ചസാര ഇട്ടതിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര ആയതുകൊണ്ട് അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒരു ചെറിയ ചുവപ്പ് കളർ വരും. ആ സമയത്ത് നമ്മൾ പാലൊഴിക്കാം. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ അവലെല്ലാം നന്നായിട്ട് കുതിർന്ന് അതിനകത്തേക്ക് പാലും കൂടി പിടിച്ചു വരും. ഇപ്പോൾ അവൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തവി ഇതിനകത്തൂടെ ഓടിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അവൽ നല്ല സോഫ്റ്റായി. ഇപ്പോൾ ഒത്തിരി ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ സാഫ്രൻ ചേർക്കും, ഏലക്കാപ്പൊടി. ഇത് കലേശ ഉടനെ കുടിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഒരു 5 മിനിറ്റെങ്കിലും അടച്ചു വെച്ചിട്ടേ തരത്തുള്ളൂ. കാരണം സാഫ്രൻ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഫുള്ളായിട്ട് അതിൽ പിടിക്കണമെങ്കിൽ കുറച്ചൊരു സമയം വേണം അതിന് വേണ്ടിയിട്ട്. ഇത് മനഃപൂർവ്വമാണ്, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ മണം, ഈ സാഫ്രാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീരമായ മണമാണ് പുറത്ത് വരുന്നത്. പക്ഷേ ഇത് കുടിക്കാനും സമ്മതിക്കില്ല. അത് മനഃപൂർവ്വം വാശിക്ക് സമ്മതിക്കില്ല എന്നായിരുന്നു. എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. ഇത്രയും എന്റെ ക്ഷമ എന്നെ തിരിച്ചു ഇതാക്കുകയാണ്. ക്ഷമിക്കാൻ പറഞ്ഞു, നേരത്തെ എന്നെ ക്ഷമിക്കാൻ പറഞ്ഞു. ഇനി കുറച്ചു നേരം ക്ഷമിക്കും. ആട്ടിപ്പൊളി പായസം. ഇത് ശരിക്കും പഞ്ചസാരയും അവലും സാഫ്രോണും പാലും ഒക്കെ ഒഴിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ശരിക്കുള്ള രുചിയല്ല വരുന്നത്, ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാ അമ്മമാരും എല്ലാ ചേച്ചിമാരും ഉണ്ടാക്കി കൊടുക്കുക. ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ് പാചകത്തിന് കയറുന്നതെങ്കിൽ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക.